ഒരു ലോഡ് മാങ്ങ എടുക്കട്ടെ. എന്തിന്? നിന്നെ എറിയാനാ? ഇപ്പൊ സീസൺ അല്ലേ, അതുകൊണ്ട് നമ്മളെ കുടിക്കുന്നതേ ഫ്രഷ് മാങ്ങ കഴിക്കണ പോലെയാണ്. നിന്നെ നമ്മളെ പുതിയ പരസ്യം കണ്ടില്ലേ? ഓ, പുതിയ പരസ്യം, ഈ ലേഡി സൂപ്പർ സ്റ്റാർ. അതെ, അത് മാമ്പഴം കഴിക്കുന്നതിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നതൊന്ന്, കൊടുക്കുന്നത് മറ്റൊന്ന്. അതെന്താ ഒരു മോനെ വെച്ചുള്ള സംസാരം? നിന്നോട് പിന്നെ എങ്ങനെ സംസാരിക്കണം? ചേടാ, ഇവന്റെ പ്രശ്നം എന്താണ്? ഇൻഗ്രീഡിയൻസ് ആണ് എന്റെ പ്രശ്നം. അതിലെന്താണ് പ്രശ്നം? നീ എന്ത് ജ്യൂസ് ആണെന്ന് പറഞ്ഞേ? കളിയാക്കൊന്നും വേണ്ട, ഇവിടെ എല്ലാവർക്കും അറിയാം അതെന്താണെന്ന്. നിന്റെ വായ കൊണ്ട് തന്നെ പറ. മാങ്ങ. എന്നിട്ട് മാങ്ങ ഇതിൽ എത്രയുണ്ട്? വെറും 5%. അത് പിന്നെ എടാ, ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് പഞ്ചസാരയാണ്. അങ്ങനെയൊന്നുമില്ല. ഇല്ലേ? പിന്നെ നീ നിന്റെ ന്യൂട്രീഷൻ വാല്യൂ നീ തന്നെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്? RDA പെർ സർവ് പ്രകാരം 40% ഷുഗറാണ്. പിന്നെ പഞ്ചാര ഇടാതെ ഇങ്ങനെയാ. പോരാ തന്നെ 2 ടൈപ്പ് സ്റ്റെബിലൈസർ, സ്വീറ്റ്നർ, പ്രിസർവേറ്റീവ്സ് വേറെ. ഇതൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്തിട്ടല്ല ഈ സീസൺ അല്ലാത്ത സമയത്തും കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ സീസണിൽ മാത്രം കച്ചവടം ചെയ്യാൻ പറ്റുമോ? പിന്നെ ഈ പറയുന്ന പരസ്യം ചെയ്യുന്ന നടിമാർക്കൊക്കെ പൈസ എവിടെ നിന്ന് കൊടുക്കാനാ? അല്ലെങ്കിലും പൈസയാണല്ലോ ലക്ഷ്യം. അല്ല, നിന്റെ അടുത്ത് മറ്റൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ചിരിക്കുന്നു ഞാൻ. എന്താണ്? നീ പച്ചമാങ്ങ അരച്ചിട്ടാണോ ജ്യൂസ് ഉണ്ടാക്കുന്നത്? മണ്ടത്തരം പറയലടാ. പഴുത്ത മാങ്ങ മഞ്ഞ കളർ കണ്ടറിഞ്ഞൂട്. ആ മഞ്ഞ ഉണ്ടെങ്കിൽ പിന്നെ എന്തും മര്യാദക്കടാ സിന്തറ്റിക് ഫുഡ് കളറായ E110 സൺസെറ്റല്ലോ ചേർത്തിരിക്കുന്നത്. അത് കളർ നല്ലോണം ഉണ്ടെങ്കിൽ ആളുകൾക്ക് വിശ്വാസം പറ്റുള്ളൂ. അതിനു വേണ്ടിയാ.